ഇപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ ഒരാളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, നമ്മളൊരു സ്പെസിഫിക് പേഴ്സണിനെ വിചാരിച്ച് അവർ നമ്മളെ ലൈഫിലേക്ക് വരണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പറയുന്നത്, ഇങ്ങനെയുള്ള ആളാവണം, ഇതുപോലെ സ്പിരിച്വാലിറ്റി താല്പര്യമുള്ള ആൾക്കാരാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു 3-4 കണ്ടീഷൻ കൊടുത്തിട്ട് അതിന് പറ്റിയൊരാളെ നമ്മളെ ലൈഫിലേക്ക് വരണത് നമ്മൾ യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും വിഷ്വലൈസ് ചെയ്യുന്ന സമയത്തും അവരൊക്കെ മുഖം ഉണ്ടാവില്ല, മുഖമില്ലാത്ത രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ പറഞ്ഞ പോലെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് കറക്റ്റായിട്ടൊരു സോൾമേറ്റ് ലെവൽ, ആ ലെവലിൽ ഭയങ്കരമായ സിങ്കും ഭയങ്കരമായ കാരണം അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ചൂസ് ചെയ്ത് തന്ന ഒരു റിലേഷൻഷിപ്പാണ്. കാരണം നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരാളെ യൂണിവേഴ്സാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. സ്പെസിഫിക് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഈ പുറമോടി അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയി ഇൻഫാച്വേഷനായി ആ ഒരു സംഭവത്തിൽ കണ്ടിട്ട് അയാൾ മതി എന്ന രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അത് ഒരുപാട് കേസുകൾ പാളിപ്പോയ സംഭവമാണ്. വളരെ റെയർ കേസുള്ളൂ നമ്മൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ, ഭയങ്കരമായിട്ടുള്ളൊരു ലവ് അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയർ കേസിലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം അതിൽ നിന്ന് കുറേ പിന്നെ എന്തിനായിരുന്നു തോന്നേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പം 2 അപ്രോച്ചാണ്. ഒന്ന് നിങ്ങൾ സ്പെസിഫിക് പേഴ്സൺ, അല്ലെങ്കിൽ ഒന്ന് യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ് കൊണ്ടുതരാം. അപ്പം രണ്ടാമത്തേതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ.